ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ജിമ്മിന് പോകാൻ പറ്റിയില്ല കേട്ടോ. ഇന്നലെ വൈകിട്ട് ചെറിയൊരു പണി കിട്ടി, ഫുഡ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട്. ഇന്ന് ചിപ്പി ചേച്ചിയുടെ കല്യാണമാണ്. രാവിലെ എണ്ണീറ്റ പാടെ തന്നെ ഞാൻ റെഡി ആവുന്നതിൻ്റെ തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ സാൻഡി അച്ഛൻ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അച്ഛൻ വരുന്ന ടൈമിൽ അച്ഛൻ തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ കടയിൽ പോയിട്ട് ദോശമാവ് മേടിച്ചു കേട്ടോ. ദോശമാവൊക്കെ മേടിച്ച് വീട്ടിൽ കൊടുത്തിട്ട് കല്യാണത്തിന് ഞാൻ ഉപയോഗിച്ച ചെരുപ്പാണ്. അതിനുശേഷം ഇപ്പോഴാണ് എടുക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പാകിസ്ഥാനിൽ നിന്ന് ഖത്തറിൽ നിന്ന ടൈമിൽ കൊണ്ടു തന്നെയാണ് കല്യാണ ടൈമിൽ. അമ്മുനെ മാളുവിനെ ഒഴുക്കാനായിട്ട് പുറത്തു വന്നിട്ട് ചേച്ചിയെ വിളിച്ചായിരുന്നു സാരി ഉടുപ്പിക്കാനും മേക്കപ്പിനും പരിപാടിക്കുമൊക്കെ. നമുക്ക് പിന്നെ ഒരു കുർത്തയും മുണ്ട് കൊടുത്താൽ മതിയല്ലോ, നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അവർ ഒരുങ്ങുന്ന ടൈമിൽ തന്നെ ഞാൻ പോയി ഒരു ദോശയും സാമ്പാറും ഒക്കെ ആയിട്ട് കഴിച്ചു കേട്ടോ. ഇവിടെയെങ്കിലും ചിപ്പി ചേച്ചി വിളിച്ചു. ചിപ്പി ചേച്ചി വീഡിയോ കോൾ ചെയ്തിട്ട് അച്ചാച്ചനെ കാണിച്ചു കേട്ടോ. കാരണം അച്ചാച്ചന് വയ്യാത്ത കാരണം കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ആരോമിൽ റെഡിയായി കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ജസ്റ്റ് കുറച്ച് വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ പോവാണ് കേട്ടോ. കരുനാഗപ്പള്ളി വെച്ചാണ് കല്യാണം. അപ്പോൾ ആളുകളെല്ലാം വന്നു തുടങ്ങി. ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഞാൻ ചെറിയൊരു റീലും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. കല്യാണത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെ ആയിരിക്കുമല്ലോ. അതാ ഞങ്ങൾ ചിപ്പി ചേച്ചിയുടെ കൂടെ ഒക്കെ നിന്ന് ഫോട്ടോ എടുത്തു. ചേച്ചി നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഒരുക്കിയത്. ഓവറാക്കി മേക്കപ്പ് ഇട്ട് ചിലവാക്കി അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതാണ് ജിതിൻ ചേട്ടൻ, കല്യാണ ചെറുക്കൻ സ്വീകരിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ബൊഫേ ആയിരുന്നു. ഞാൻ ചപ്പാത്തിയും ഇത്തിരി റൈസും കാര്യങ്ങളും എല്ലാം എടുത്തു കേട്ടോ. ചിക്കൻ രണ്ടാമത് എനിക്ക് മാളു പിന്നെയും വാങ്ങിക്കൊണ്ട് തന്നു, ഭാര്യയുടെ ഒരു സ്നേഹമായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും റോബിൻ ചേട്ടൻ നമ്മുടെ കല്യാണ വർക്കൊക്കെ എടുത്ത ആൾ തന്നെയാണ് കേട്ടോ. പുള്ളിയെ കൊണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുപ്പിച്ചു. എന്നിട്ട് അമ്മുന് ലൈസൻസ് ഉണ്ട്, പക്ഷേ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അവിടെ മനപ്പൂർവ്വം എന്നെ കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുപ്പിച്ചാണ്. അവിടുന്ന് നേരെ നമ്മൾ ജിതിൻ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. പിന്നെ ചിപ്പി ചേച്ചിക്ക് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. എന്നിട്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങി. പിന്നെ നൈറ്റിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞാൻ പോയി കേട്ടോ. സ്പ്രൗട്ട്സും പിന്നെ ക്യാപ്സിക്കം പനീറൊക്കെ വാങ്ങി. വീട്ടിൽ വന്നിട്ട് നല്ലൊരു അടിപൊളി കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡിന്നറാണ് ഉണ്ടാക്കി കഴിച്ചത്. ഞാൻ കഴിക്കുന്ന ടൈമിൽ മാളുവിനും ഫിഷ് ഓയിൽ വേണമെന്ന് പറഞ്ഞാൽ അവളും എടുത്ത് കഴിക്കും. പിന്നെ ഞാനും ഫിഷ് ഓയിലൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നാളെ റിസപ്ഷൻ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.